ഇവിടെ ഒരു കുട്ടി ഡ്രോയിങ്ങിൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ കളർ ആ പേപ്പറിലേക്ക് വീണു. അവൻ അതെല്ലാം വേഗം തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ്റെ ടീച്ചർ വന്നത്. ടീച്ചർ നോക്കിയതും അത്ഭുതപ്പെട്ടു പോയി. അവൻ അതിങ്ങനെ മായ്ച്ച് അവസാനം അതൊരു അടിപൊളി പിക്ചറായി മാറി. അങ്ങനെ അവന് അസംബ്ലിയുടെ മുന്നിൽ അവരെല്ലാവരും പ്രശംസിച്ചു. അവന് ട്രോഫിയൊക്കെ കിട്ടി. അവരെല്ലാവരും അവനെ പ്രശംസിച്ചു. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവൻ. പിന്നെ മാത്സിൻ്റെ എക്സാമിൻ്റെ അന്ന് അവൻ ഡൈസ് ഉരുട്ടി ആൻസറുകളെല്ലാം എഴുതി. എന്നാൽ അവൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അതിനും അവനെല്ലാം എഴുതിയത് ശരിയായിരുന്നു. അവന് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. ഇതെല്ലാം കണ്ട് ദേഷ്യപ്പെട്ട അവൻ അടുത്ത പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. ആ പരീക്ഷയും അവൻ എഴുതാതെ ഇരുന്നു. പക്ഷേ അവന് തന്നെ അതിനും അവാർഡ് കിട്ടി. കാരണം ആ പരീക്ഷയുടെ ചോദ്യങ്ങളെല്ലാം തെറ്റായിരുന്നു. അവൻ എഴുതാതെ ഇരുന്നത് കൊണ്ട് അവനാണ് ആ ക്ലാസ്സിലെ ആൻസറുകൾ കണ്ടുപിടിച്ച മിടുക്കനെന്ന് അവരെല്ലാവരും പറഞ്ഞു. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന് അവൻ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ വളർന്നു. എങ്കിലും അവൻ്റെ ലക്ക് അവനെ വിട്ടുപോയില്ല. അങ്ങനെ ഇരിക്കെ അവൻ ചുമ്മാതെ അവൻ്റെ ഓഫീസിലിരുന്നാലും അവന് ഫസ്റ്റ് കിട്ടുന്നു. അങ്ങനെ അവൻ എടുക്കുന്ന ലോട്ടറിക്കെല്ലാം അവൻ അടിക്കുന്നു. അങ്ങനെ അവൻ വിചാരിച്ചു, അവൻ്റെ ലക്ക് കാരണം അവനിനി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവൻ മഴ പെയ്യുന്നു, മിന്നലടിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് ചെയ്യുന്നു. പക്ഷെ അവന് മിന്നലടിച്ചില്ല. പകരം അവൻ്റെ അടുത്ത് നിന്നവനാണ് മിന്നലടിച്ചത്. മിന്നലടിച്ച ആളൊരു കള്ളനായിരുന്നു എന്ന് മനസ്സിലായി. അവനെ പിടിച്ചതിന് ഇവന് വീണ്ടും